على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم سيكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. شفيعنا رسول الله. وأنشوده يا خير من واطئ الثرى ويا خير مرسول إلى خير أمتي بحقك كل في معادي شافعا فأنت غياثي في أماني وشدتي. عليك صلاة الله ثم سلامه مدى الدهر ما غنى الحمام بروضتي. يعلم أمة سيدنا مولانا محمد. ആദരണീയരായ സാദാത്തുക്കളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, കർമ്മധീരരായ പ്രവർത്തകരെ, നല്ലവരായ ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ,
പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ദിനരാത്രങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. വിശ്വാസികളെല്ലാവരും, ഹജ്ജിന് എത്തിയിട്ടുള്ള വിശ്വാസികളെല്ലാവരും മിനയിലെത്തി മിനയിൽ നിന്ന് രാത്രിയോടുകൂടെ തന്നെ അറഫയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾ, വിശുദ്ധ ഹജ്ജ് ഉംറ കർമ്മത്തിനെത്തിയ സഹോദരങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ നഗരങ്ങളിലും സ്ഥലങ്ങളിലും വെച്ച് അവർ നടത്തുന്ന പ്രാർത്ഥനകളിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യമാർന്ന ദിവസത്തിൽ നാം ഇവിടെ സംഗമിച്ചത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, കടപ്പാടുള്ളവർ, വേണ്ടപ്പെട്ടവർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, നമുക്ക് ഭക്ഷണം നൽകിയവർ, നമ്മെ സഹായിക്കുന്നവർ, നാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്ത് തരുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളെ അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ പരിപാടിയിൽ നിരവധി സയ്യിദുമാരും പണ്ഡിതന്മാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന, പ്രതീക്ഷിക്കാവുന്ന പുണ്യമാർന്ന രാവുകളിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ സയ്യിദുമാരുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ദുആ നടക്കുന്നതാണ്. അതിന് ശേഷമേ നമ്മുടെ ഈ പരിപാടി പിരിയുകയുള്ളൂ എന്ന കാര്യം ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം അല്ലാഹുവിൻ്റെ മതമാണ്. ഈ ഇസ്ലാമിൻ്റെ അനുയായികൾക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടുകളിൽ മാത്രമല്ല, സ്വദേശത്തും വിദേശത്തുമൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളും ആശയങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവകാശപ്പെടുന്നതും പറയുന്നതും ഞങ്ങളാണ് ഇസ്ലാമിൻ്റെ തനിമയാർന്ന ആശയത്തിൻ്റെ വാക്താക്കൾ, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ അനുയായികൾ എന്ന കാര്യം ഓരോരുത്തരും അവകാശപ്പെടുകയും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായും നമ്മുടെ സഹോദരന്മാർ വിശുദ്ധ ഖുർആനിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും ആഴങ്ങളിൽ ഇറങ്ങി പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പലരും ചിന്തിക്കുന്നത്, അവർ പറയുന്നതും കുറേയൊക്കെ ശരിയാണ്, ഇവർ ഉന്നയിക്കുന്നതും ശരി തന്നെയാണ്, എല്ലാവരും പറയുന്നത് പ്രമാണങ്ങളാണ്, ഖുർആനാണ്, സുന്നത്താണ്, അതുകൊണ്ട് തന്നെ എല്ലാം ഇസ്ലാം തന്നെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ വിഷയ സംബന്ധിയായി അള്ളാഹു സ്വീകരിക്കുന്ന മതമായ ഇസ്ലാമിക ആശയങ്ങൾ ഏതാണ് എന്ന കാര്യം ഒരു ചെറിയ ലളിതമായ വിവരണങ്ങളിലൂടെ നൽകലാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഒരു ഉജ്ജ്വലമായ ഒരു ഗിരിപ്രഭാഷണത്തിന് ഞാനിവിടെ തുനിയുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ തനിമയാർന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾക്കുള്ള സവിശേഷതയും അതോടൊപ്പം അതിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള കക്ഷികൾ,
അവർ എന്തുകൊണ്ടാണ് ഇസ്ലാമിക പാന്താവിൽ നിന്ന് അല്ലെങ്കിൽ തനിമയാർന്ന ആശയങ്ങളിൽ നിന്ന് യഥാർത്ഥ വഴിയിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യവുമാണ് ചെറിയ ഒരു വിവരണം ഇവിടെ നൽകപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയുന്ന വിഷയങ്ങൾ നാം ഗൗരവപൂർവം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ഇസ്ലാമിൻ്റെ തനിമയാർന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ ആശയങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൽ അടിയുറച്ച് ജീവിക്കാൻ നാം ഒക്കെ തയ്യാറാവണം എന്നു മാത്രമാണ് എനിക്കാദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും നിർബന്ധമായും 17 തവണ പ്രാർത്ഥിക്കാനായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനാ വചനമുണ്ട്. നമ്മളെല്ലാവരും അത് പ്രാർത്ഥിക്കുന്നു. എന്താണത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ചവനെ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണമേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാവട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേർവഴിയിൽ ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണമേ. എന്നിട്ട് ആ നേരായ മാർഗം ഏതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത് അതാണ്. ഏതാണ് ആ നേരായ മാർഗം? നേരായ മാർഗത്തിൻ്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളെയും ആശയങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൽ യഥാർത്ഥ മാർഗത്തിൻ്റെ ആളുകൾ ആരാണ്? അള്ളാഹു തന്നെ പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. നേരായ മാർഗത്തിൻ്റെ ആളുകൾ, നേർവഴിയുടെ ആളുകൾ അതാരാ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗം, ആ പാത പിൻപറ്റി ജീവിക്കുന്നവരാകുന്നു. അവരുടെ ആ മാർഗമാണ് ശരിയായ മാർഗമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ ആരാ? അത് മറ്റൊരു വചനത്തിൽ പടച്ചവൻ തന്നെ നമ്മെ പഠിപ്പിച്ചതു കാണാം. മിനൻ നബിയ്യീന വമൻ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കളാണ്, സുദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹുകളാണ്, മഹാത്മാക്കൾ എന്ന് നമ്മൾ പറയുന്ന അതേ പൂർവീകരായ സജ്ജനങ്ങൾ. അവരുടെ മാർഗമാണ് ശരിയായ സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നേർവഴി, ഹിദായത്ത്, സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി എന്ന് പറഞ്ഞാൽ അതേതാണ്? അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. വ്യക്തമാണ് ഈ വിവരണം, ലളിതമാണിത്, നമുക്കെല്ലാവർക്കും തിരിയും. അള്ളാഹു പഠിപ്പിച്ചത് നോക്ക് നിങ്ങൾ, സിറാത്തുൽ ഖുർആനി വസുന്ന, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗം എന്നല്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ഖുർആനി വസുന്ന. ആമീൻ എന്ന് പറഞ്ഞ് റുക്കോയിലേക്ക് പോവല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗം എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചകർ പഠിപ്പിച്ച സുന്നത്തുകളും അതാണല്ലോ ശരിയായ ദീൻ, അതിലാർക്കും തർക്കമില്ല. പക്ഷേ യഥാർത്ഥ ദീനിൻ്റെ ആളുകൾ ആരാണ് എന്ന ചോദ്യത്തിനും സംശയത്തിനും അന്വേഷണത്തിനുമുള്ള മറുപടി, ആ മറുപടിയായി അള്ളാഹു പഠിപ്പിച്ചത് എന്താണ്? ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗം എന്നല്ല. എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ
നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശപ്പെടാം, ഞങ്ങളാണ് ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാ, ഞങ്ങൾ ക്ഷണിക്കുന്നത് ഖുർആനിലേക്കാണ്, ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ഉദ്ധരിക്കുന്നതും ഖുർആനാണ്, സുന്നത്താണ്. ഓരോ ആളുകൾക്കും അവകാശപ്പെടാം. നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എല്ലാ വിഭാഗങ്ങളും, നമ്മുടെ രാജ്യത്തെ മുജാഹിദ് പ്രസ്ഥാനം എന്ന വഹാബി പ്രസ്ഥാനം, അവരെന്താ ചെയ്യുന്നത്? വിശുദ്ധ ഖുർആനാണ് ഓതുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ഉദ്ധരിച്ചുകൊണ്ടുമാണ് ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പറയുന്നത്. അതിനവർ ഉന്നയിക്കുന്നത് ഖുർആനാണ്. നമ്മുടെ രാജ്യത്തുള്ള ജമാഅത്തെ ഇസ്ലാമി, നമുക്കറിയാം, കേരളത്തിൽ ഇന്ത്യയിലുള്ള ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലത്ത് രൂപീകരിച്ചിരുന്ന കാലത്ത് അവരുടെ ആശയം എന്താ? ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യമായ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നവൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന ഇതിനവർ ദുരുപയോഗപ്പെടുത്തിയിരുന്നത് വിശുദ്ധ ഖുർആനിനെയാണ്. നമ്മുടെ രാജ്യത്തുള്ള തബ്ലീഗ് ജമാഅത്തുകാർ അവരും ഉന്നയിക്കുന്നത്, ഉദ്ധരിക്കുന്നത് ഖുർആനാണ്. നമ്മുടെ നാട്ടിലെ ചേകന്നൂർ പ്രസ്ഥാനത്തിന്റെ ആളുകൾ നിസ്കാരം 3 വഖത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന കക്ഷികൾ, അവർ ഓതുന്നതും ഖുർആനാണ്. അവർക്ക് പറയാനുള്ളതും ഹദീസാണ്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ നിസ്കാരം 3 വഖത്തേ ഉള്ളൂ എന്നാണ് അവർക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്ത് അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബിൽ ജനിച്ച മീർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മൂത്രവാർച്ചക്കാരനായ, തലക്ക് സുഖമില്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ നബിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുന്നത്. അവർക്ക് പറയാനുള്ള തെളിവെന്താ? അവർക്ക് ഓതാനുള്ളതും ഖുർആനാണ്. എല്ലാവരും പറയുന്നത് ഖുർആനാണ്. ഞാൻ ജോലി ചെയ്യുന്നത് മഞ്ചേരി ജാമിയ ഹിക്കമിയ എന്ന് പറയുന്ന സ്ഥാപനം, കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം. ആ ജാമിയ ഹിക്കമിയ സ്ഥിതി ചെയ്യുന്ന മഞ്ചേരി പട്ടണത്തിൽ നമുക്കറിയാം, അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മിസ്റ്റർ ഫാദർ അലവിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്, മർക്കസുൽ ബിഷാറ, സുവിശേഷ കേന്ദ്രം എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം പുറത്തിറക്കുന്ന ലഘുലേഖകൾ, അതുപോലെ സീഡികൾ, കാസറ്റുകൾ ശ്രവിച്ചാൽ, വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട്. വിശുദ്ധ ഖുർആനിക സൂക്തങ്ങളാണ് അതിലൊക്കെ പരാമർശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ? ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ശരിയായ മതം അത് ക്രിസ്തു മതമാകുന്നു എന്നാണ്. നോക്ക് നിങ്ങൾ, എല്ലാവർക്കും പറയാനുള്ളതും ഖുർആനാണ്, സുന്നത്താണ്, പ്രമാണങ്ങളാണ്. ഇതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ നേരായ ഇസ്ലാം, സ്വർഗത്തിലേക്ക് എത്തുന്ന ഇസ്ലാം, യഥാർത്ഥ വഴി എന്ന് പറയുന്ന പാന്താവ് വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞതെന്താ? സിറാത്തൽ ഖുർആനി വസുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴി എന്നല്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശപ്പെടാം, ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകൾ, ഞങ്ങളാണ് ഹദീസിന്റെ ആളുകൾ എന്ന്. അപ്പൊ അള്ളാഹു സ്വീകരിച്ച ശൈലി എന്താ? ആ ഖുർആനും സുന്നത്തും ശരിയായ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത പൂർവീകരായ മഹാത്മാക്കൾ, അവർ കാണിച്ചു തന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതാണ് ശരിയായ ദീൻ. ഇതാണ് അള്ളാഹു പഠിപ്പിച്ചത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതെ, ആ പൂർവീകർ പഠിപ്പിച്ച മഹിതമായ മാതൃക അവലംബിച്ച് ഇവിടെ കാണിച്ചു തന്ന സജ്ജനങ്ങൾ കാണിച്ചു തന്ന ആ ആശയങ്ങൾ, ആ വിശ്വാസങ്ങൾ, ആ ആചാരങ്ങൾ, അതാണ് ഇസ്ലാം. അതാണ് സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി. അത് മാത്രമേ യഥാർത്ഥ വഴിയുള്ളൂ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, ആ വഴി അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായിട്ടുള്ള വഴിയല്ല. വലദ്ദാല്ലീൻ, അത് പിഴച്ച വഴിയുമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വഴി, ഈ മാർഗത്തിലാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ വാഹകർക്ക് പറയുന്നതാണ് അഹ്ലു സുന്ന വൽ ജമാഅത്ത് എന്നത്. അതിനെ ചുരുക്കി നമ്മൾ പറയും സുന്നി എന്ന്. ഈ വഴി മാത്രമാണ് യഥാർത്ഥ ഇസ്ലാം, സ്വർഗത്തിലേക്ക് എത്തുന്ന വഴി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് വചനം നമുക്കറിയാം. അവിടെ നിന്ന് പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ സമുദായം 73 വിഭാഗമായി തീരും. 73 ഗ്രൂപ്പാകും
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ. ആരാണ് ഈ ഗ്രൂപ്പ് ആകുന്നത്? സതഫ്തരിഖു ഉമ്മത്തി എന്നാ പറഞ്ഞത്. എന്റെ സമുദായം, അതായത് ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണെന്ന് പറയുന്ന ആളുകൾ തന്നെ 73 ഗ്രൂപ്പാകും. പുറത്തുള്ള ജൂതരും ക്രിസ്ത്യാനികളും ഇസ്ലാമിനെ അംഗീകരിക്കാത്തവരും അല്ല. ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ വാഹകരാണ്, ഞങ്ങൾ തൗഹീദിലേക്ക് നയിക്കുന്നവരാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ് എന്ന അവകാശവാദ മുന്നയിക്കുന്നവർ തന്നെ 73 ഗ്രൂപ്പുകളാകും. എന്നിട്ട് റസൂല് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. 72 നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം ആരാണ്? മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ സ്വർഗത്തിലേക്ക് പോകുന്നവർ? അവിടുന്ന് പഠിപ്പിച്ചു, ഖാല അഹ്ലു സുന്നത്തി വൽ ജമാഅ. സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തു മാത്രമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മാ അന അലൈഹി വസുഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും നിലകൊണ്ട മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും മാത്രമേ ഉള്ളൂ, അല്ലാത്തവരൊന്നും സ്വർഗത്തിൽ പോവില്ലാന്ന് അള്ളാന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചതാ. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാരും പൂർവീകരൊക്കെ ഈ കാര്യത്തിൽ ഇത്ര കണിശത പുലർത്തുന്നത്. നമുക്ക് ആത്യന്തികമായി സ്വർഗം ലഭ്യമാവണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും നിസ്കരിച്ചത് കൊണ്ടായില്ല, എങ്ങനെയെങ്കിലും നോമ്പനുഷ്ഠിച്ചത് കൊണ്ടായില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ, നമ്മുടെ സക്കാത്ത്, എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ റസൂൽ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ അവര് കാണിച്ചു തന്ന ആ മാർഗത്തിലായിരിക്കുക തന്നെ വേണം. എങ്കിലേ നമുക്ക് സ്വർഗപ്രവേശനമുള്ളൂ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെയൊക്കെ അടിയുറപ്പിച്ച് നിർത്തി തെരുമാറാവട്ടെ. സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളിൽ പലർക്കും ഒരു സംശയമുണ്ട്. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്നെങ്ങനെ പറയും? കാരണം നമ്മുടെ നാട്ടിലെ ബിദഈകൾ, പുത്തൻ പ്രസ്ഥാനക്കാർ, അവർ നിസ്കരിക്കുന്നവരാണല്ലോ, അവർ താടി വെക്കുന്നവരാണല്ലോ, അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണല്ലോ, അവർ സക്കാത്ത് ചെയ്യും, എല്ലാ കർമ്മങ്ങളിലും അവരുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയാൻ കാരണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഈ സംശയത്തിന്റെ മറുപടി 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഇ. മുബ്തദി ആയ ആൾ എന്ന് പറഞ്ഞാൽ സുന്നിയല്ലാത്തവർ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളവർ, അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല. അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. എന്ത്? സ്വലാത്തൻ, അവർ ചെയ്യുന്ന നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. അവർ നിസ്കരിക്കൂല എന്നല്ല റസൂല് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിസ്കരിക്കും, പക്ഷെ ആ നിസ്കാരം ആർക്ക് ആവശ്യമില്ല? അള്ളാഹുവിന് ആവശ്യമില്ല. വലാ സക്കാത്തൻ, അവരുടെ സക്കാത്ത് അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. വലാ സിയാമൻ, അവരുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മെ പഠിപ്പിച്ച കാര്യമാണിത്. അവർ ചെയ്യുന്ന നിസ്കാരം സ്വീകരിക്കൂല, സക്കാത്ത് സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല. വലാ നുസുക്കൻ, അവരുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല വലാ സർഫൻ വലാ അദ്ല, അവർ ചെയ്യുന്ന ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ മാത്രമേ
നമുക്ക് രക്ഷയുള്ളൂ, സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരുടെ ഇബാദത്തുകൾ, അവർ കുറേ നിസ്കരിക്കുന്നു, കുറേ നോമ്പനുഷ്ഠിക്കുന്നു, ശരിയാണ്, പക്ഷെ അള്ളാഹു സ്വീകരിക്കൂല. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഓ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അവരുടെ നിസ്കാരത്തിന് എന്തൊരു ഖുശൂആണ്, എന്തൊരു ഭക്തിയിലാ ഓലൊക്കെ നിസ്കരിക്കാറുള്ളത്, അവരുടെ താടിയുടെ നീളം എത്രയാണ്? ചില ആളുകൾ ചോദിക്കും. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, ബാഹ്യമായി ചെയ്യുന്ന ചേഷ്ടകൾ അല്ലെങ്കിൽ ആ ഭക്തി പ്രകടനം അതല്ല ഇസ്ലാമിൽ സ്വീകരിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നല്ല ഖുശൂഅാൽ നിസ്കരിക്കുകയാണ്, നല്ല ഖുശൂഉണ്ടൊക്കെ ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് ഒളു ഇല്ലാതെ നല്ല ഖുശൂഅിൽ നിസ്കരിക്കുക, ആ നിസ്കാരം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അത് സ്വീകരിക്കില്ല, അസ്വീകാര്യമാണ്. എന്നതുപോലെ തന്നെ ഇവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ പറ്റാത്ത ചില തകരാറുകൾ അവരുടെ വിശ്വാസത്തിലുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 100-300ഓളം ആളുകൾ. എന്താണ് അവരുടെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ എന്നറിയോ? കണ്ടാൽ നല്ല കുട്ടികൾ, നിസ്കാരത്തിന്റെ മുൻ സ്വഫിൽ, ഒന്നാം സ്വഫിൽ തന്നെ അവർ സ്ഥാനം പിടിക്കും. എല്ലാവരുടെ കയ്യിലും 1000 മണിയുള്ള 100 മണിയുള്ള മാലയാണെങ്കിൽ അവരുടെ കയ്യിൽ 1000 മണിയുള്ള മാലയാണ്, തസ്ബീഹ് മാലയാണ്. ഖുർആൻ ഓതുന്നതിൽ അവർ വളരെ മുൻപന്തിയിലാണ്, എഴുത്തിക്കാഫ് ഇരിക്കുന്നതിലോ വളരെ താല്പര്യമാണ്, ഹജ്ജ് ഉംറ കർമ്മങ്ങളിൽ ഒക്കെ സജീവമാണ്. എല്ലാം കൊണ്ടും നമ്മൾ വിചാരിച്ചു പോകും സ്വർഗത്തിലേക്ക് ഒന്നാമതായി എത്തുന്നത് ഇവരാണ് എന്ന് തോന്നിപ്പോകുന്ന വിഭാഗം. അവരെക്കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ? നബിയെ തെറ്റിദ്ധരിക്കണ്ട, ഇന്നൽ മുനാഫിഖീന, ഇവർ മുനാഫിഖുകളാണ് നബിയെ. ഈ കപടന്മാർ, ഇവരുടെ അവസ്ഥ എന്താ? ബാഹ്യമായി നിങ്ങളുടെ കൂടെയാണ്, താടി അവർക്കുണ്ട്, വസ്ത്രങ്ങളൊക്കെ റെഡിയാണ്, നിസ്കരിക്കാൻ മുന്നിലുണ്ട്, അതുപോലെ നോമ്പനുഷ്ഠിക്കാനും സക്കാത്തിനൊക്കെ മുന്നിലുണ്ട്. പക്ഷേ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിലെ അടിയിലെ തട്ടിലാണ് നബിയെ അവരുടെ താവളം. അത്ര വലിയ ശിക്ഷ അള്ളാഹു അവർക്ക് നൽകുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നോക്ക്, നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടാണോ? ആദർശം, ആശയം, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആശയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾ, താബിഉകൾ, പൂർവീകർ, ഇവർ പഠിപ്പിച്ച ആശയം, ഈ ആശയമാണ് യഥാർത്ഥ ഇസ്ലാം. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായി അല്ലെങ്കിൽ ആശയ സ്രോതസ്സായി പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയയുടെ മജ്മുഅത്തുൽ ഫതാവ എന്ന ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ നമുക്കതിൽ കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകർ, ഈ സമുദായത്തിലുള്ള ഇമാമുകൾ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ മഹാത്മാക്കൾ, അവരെ പിൻപറ്റി ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നതോ അഹ്ലുസുന്ന വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഇബ്നു തൈമിയയുടെ മജ്മുഅത്തുൽ ഫതാവ 24-ാമത്തെ വാള്യം 191-ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ പൂർവീകർ, ഇമാമുകൾ, അതുപോലെ തന്നെ മഹാത്മാക്കൾ, അവരും അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവരും, അവരാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത്. സഹോദരങ്ങളെ, ഈ ആശയം പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക ആശയം, അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് ഇസ്ലാം. അത് സ്വീകരിക്കുന്നവരാണ് സ്വർഗത്തിലെത്തുന്നത്. അതിൽ നിന്ന് വ്യതിചരിച്ചവർക്കാണ് മുബ്തദിഉകൾ അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനക്കാർ, സുന്നികളല്ലാത്തവർ, നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾ, അവരൊക്കെ ഈ മഹത്തായ മഹിതമായ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ച് പുറകോട്ട് പോയവരാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ഉദാഹരണങ്ങൾ, സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യം അത് സുന്നികളോട് കൂടെയാണ് എന്ന കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതേ അവസരത്തിൽ നമ്മുടെ രാജ്യത്തെ ബിദ്അത്തുകാർ, മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും പഠിപ്പിച്ച ആശയങ്ങൾ ഏതുണ്ടോ അതൊക്കെ പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചതാണ്, തെന്നിമാറിയതാണ്.
അവരുടെ പാരമ്പര്യം അവർക്ക് ഇല്ല എന്ന കാര്യവും നമുക്ക് വിശകലനം നടത്തിയാൽ കണ്ടെത്താൻ കഴിയും. എല്ലാം കൂടി പറയാൻ നമ്മുടെ കുറഞ്ഞ സമയം മതിയാവാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ സ്ത്രീകളുടെ ജുമാ ജമാഅത്ത് എടുത്തോളൂ, ഖുതുബയുടെ ഭാഷ എടുത്തോളൂ, മന്ത്രം എടുത്തോളൂ, ഏലസ്, പിഞ്ഞാണം എഴുത്ത്, അതുപോലെ മഖ്ബറയിലെ സിയാറത്ത്, അവിടെയുള്ള ശഫാഅത്ത് ചോദിക്കൽ, തവസ്സുല്, ഇസ്തിഗാസ, തബറുക്ക്, എന്ത് കാര്യമെടുത്താലും പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യം ഉൾക്കൊള്ളുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താകുന്ന സുന്നികൾ മാത്രമാണ്. അതേ അവസരത്തിൽ നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാരോ അവരൊക്കെ ഈ പാതയിൽ നിന്ന് വ്യതിചലിച്ച് പുറത്തു പോയവരാ. അവരൊക്കെ ഈ ആശയം അംഗീകരിക്കാത്തവരാണ്. അവരുടെ ഇച്ഛക്കനുസരിച്ച് അവർ ഓരോന്ന് മെനഞ്ഞെടുത്ത് അത് മതമായി അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്. ഉദാഹരണങ്ങൾ നിരവധിയാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാനും കാണിക്കാനും പോവുകയാണ്. നമ്മൾ പൂർവീകർ പഠിപ്പിച്ച ആ പാരമ്പര്യവും ഇസ്ലാമിക ആശയവും ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മുജാഹിദ് വിഭാഗം നമ്മെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ, ലോകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും നമ്മളൊക്കെ മുശ്രിക്കുകളാകുന്നു, കാഫിറുകളാകുന്നു. നമുക്കാർക്കും ഇസ്ലാമും ഈമാനും തൗഹീദും ഇല്ല. നമ്മൾ അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാകുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തെ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി ആദിയായ വിഭാഗങ്ങളുടെ വിശ്വാസം എന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങളും പ്രഭാഷണങ്ങളും കണ്ടുപിടിച്ചാൽ, പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളെ അല്ല, നമ്മളൊക്കെ കാഫിറുകളാണത്രേ, മുശ്രിക്കുകളാണ്. ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല, അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കിൻ്റെ ഷിർക്കിൻ്റെ ആളുകളാണ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായ അല്ലെങ്കിൽ അവരുടെ പ്രസിദ്ധീകരണമായ അൽമനാറിലും സൽസബീലിലുമൊക്കെ ഇത് നിരവധി എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. വിശദീകരിക്കാനും പറയാനും അതിലേക്ക് കടക്കുമ്പോഴേക്ക് സമയം വൈകുന്നത് കൊണ്ടാണ്. എൻ്റെ കയ്യിലുണ്ട്, എല്ലാ രേഖയും എൻ്റെ കയ്യിലുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സൽസബീൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം. അവർ പറയുന്നത് തന്നെ എന്താ കണ്ടോ? മുസ്ലിയാക്കന്മാര് അബൂജഹലിനേക്കാളും കടുത്ത മുശ്രിക്കുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ്. മുജാഹിദിന്റെ സൽസബീലാണ് എൻ്റെ കയ്യിൽ. അതുപോലെ നിങ്ങൾ നോക്ക്, മുജാഹിദുകൾ പറയുന്നത് മറ്റൊരു അവരുടെ ആശയം കാണാൻ കഴിയും. എന്താ? മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളിൻ, മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്നു തേടിയവൻ കാഫിറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫിറാകുന്നു, അതിനു വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാകുന്നു. ഒരു വട്ടം 2 വട്ടം എന്നല്ല, 1000 പ്രാവശ്യം കാഫിറാകുന്നു. സുന്നികളായ നമ്മെക്കുറിച്ചാണ് ഈ പറയുന്നത്, 1 2 ഒന്നല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പരലോകം ഖുർആനിൽ എന്ന അവരുടെ നേതാവ് അമീറായിരുന്ന KC അബ്ദുള്ള മൗലവി രചിച്ച പുസ്തകത്തിന്റെ 150-ാമത്തെ പേജിലും ഇത് പറയുന്നത് കാണാൻ കഴിയും. മുശ്രിക്കാണ്, കാഫിറാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ 1 2 ഒരു 10 ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ. ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ? അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാരൻ? സുബ്ഹാനല്ലാഹ്. സുന്നികളായ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം വെച്ചു പുലർത്തുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാരൻ എന്ന സൽസബിൽ പുസ്തകം 1 ലക്കം 3 പേജ് 11 ഇത് എഴുതി. ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ ഇതുപോലെ എഴുതിയത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, മുസ്ലിങ്ങൾ പൂർവീകർ പഠിപ്പിച്ച ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാർ പറയുന്നത് എന്താ? നമ്മളൊന്നും മുസ്ലിങ്ങളല്ല എന്നാണ്. ശരിക്ക് യഥാർത്ഥത്തിൽ സുന്നികളും അല്ലാത്തവരും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനവും ഇവിടെയാണ്. നമ്മൾ മുസ്ലിങ്ങളല്ല, മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് നമ്മുടെ രാജ്യത്തുള്ള ബിദ്അകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ തെറ്റിദ്ധരിക്കും, എന്താ ഇത്ര വലിയൊരു തർക്കമൊന്നുമില്ല സുന്നി മുജാഹിദും. അതൊക്കെ ചില ആൾക്കാർ പറഞ്ഞ് ഊതി വീർപ്പിച്ച് ഉണ്ടാക്കുകയാണ്. അല്ല, നമ്മൾ എന്തുകൊണ്ട് ഇത് ഇത്ര ഗൗരവത്തിൽ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. മുസ്ലിങ്ങളായ നമ്മളാരും തൗഹീദുള്ളവരല്ല, നമുക്കാർക്കും ഇസ്ലാമില്ല, ഈമാനില്ല. നമ്മളൊക്കെ അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണോ സഹോദരങ്ങളെ?
ഞാനൊന്ന് കേൾപ്പിക്കാം. ഒരു മുജാഹിദ് മൗലവി പറയുന്നത്, അയാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് അയാളുടെ പേര്. അയാൾ ഈയിടെയായി കുവൈത്തിൽ വന്നിരുന്നു എന്ന് നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ പറഞ്ഞു. എന്താണ് അയാൾ ചെയ്യുന്നത്? അയാൾ പറയുന്നത് കേട്ടോളൂ. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാണ്, രണ്ടും ഒരുപോലെയാണ്. ക്രിസ്ത്യാനികളും സുന്നികളായ നമ്മളും ഒക്കെ ഒരുപോലെയാണ്. അതൊക്കെ ഇസ്ലാമിന് രണ്ടും കണക്ക് തന്നെ, രണ്ടും ഒക്കെ എല്ലാം പുറത്താണ്. ഒന്നാമത്തത് അയാൾ പറയുന്നു, കേട്ടു നോക്കൂ നിങ്ങൾ. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. രണ്ടും ഒന്നാണ്. ക്രിസ്ത്യാനികളും സുന്നികളും രണ്ടും ഒന്നാണ്. അത് ഇസ്ലാമിന് പുറത്താണ്. മുജാഹിദിന്റെ വാദമാണിത്. കഴിഞ്ഞില്ല. ഈ വേറൊരു മൗലവി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ചുങ്കത്തറ, സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട്. ആ മൗലവി അയാൾ പറയുന്നത് കേട്ടോളൂ. അതായത് സമസ്തയുടെ ആശയം വെച്ചു പുലർത്തുന്നത് ആരൊക്കെയാണ്? അയാൾ പറയാ, അത് മറ്റാരുമല്ല, നമ്മുടെ രാജ്യത്തുള്ള ജോർജ് ബുഷ്, അതുപോലെ തൊഗാഡിയ, അഡ്വാനി, എല്ലാ കാഫറുകളും അവരൊക്കെ സമസ്തയുടെ ആശയാണ് വെച്ചു പുലർത്തുന്നത്. കേട്ടോളൂ. സമസ്തക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകണല്ലോ ബുഷും തൊഗാഡിയും ഒക്കെ. കാരണം എന്താ? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് ആരാ പറയുന്നത്? അത് മുജാഹിദ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്നല്ലേ സമസ്തയുടെ ആശയം. അതാരാ പറയുന്നത്? ബുഷ്, ബാൽതാക്കറെ, തൊഗാഡിയ, നരേന്ദ്രമോദി, അഡ്വാനി, വാജ്പേയി, ലോകത്തുള്ള എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും പറയുന്നത് സമസ്തയുടെ ആശയമാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പറയുന്നത് ഏതാണ്? അത് സമസ്തയുടെ ആശയാണ്. കേട്ടില്ല നിങ്ങൾ? ഇത് മൈക്ക് കെട്ടി വിളിച്ചു പറയുകയാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പറയുന്ന ആശയാണ് അത്രേ സമസ്തയുടെ ആശയം. അങ്ങനെയാണോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ ഉറച്ച് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സുന്നികൾ, ഈ സുന്നികളുടെ വിശ്വാസമാണോ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും വെച്ചു പുലർത്തുന്നത്? സഹോദരന്മാരെ, ഇതാ ഞാൻ പറയുന്നത്. പച്ചക്കളവുകൾ ഇസ്ലാമിൻ്റെ പേരിൽ വിളിച്ചു പറയുക, എന്നിട്ട് സമസ്തയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹ്ലുസുന്നയുടെ നിലപാട് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും നിലപാടാണ്, അത് മുസ്ലിങ്ങളുടെ നിലപാടല്ല എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ സുന്നികളായ നമ്മളൊക്കെ മുഴുവൻ കാഫറുകളെ പോലെയാണ്, ബുഷിനെ പോലെയാണ്. അത് ജോർജ് ഡബ്ല്യു ബുഷിനെ പോലെ, അതുപോലെ തൊഗാഡിയെ പോലെ, ബാൽതാക്കറെ പോലെ, അഡ്വാനിയെ പോലെയാണ്. എല്ലാ മുസ്ലിങ്ങളെയും പോലെയാണ് നമ്മൾ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്. ഒരു മുജാഹിദ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും നിലപാട് ഇതാണ്. നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിനെക്കുറിച്ച് അവരോട് പറയുമ്പോൾ സാധാരണഗതിയിൽ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും പറയാറുള്ളത് എന്താ? ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ല, അത് ഞങ്ങളെപ്പറ്റി വെറുതെ അപരാധം പറയുകയാണ്. ഞങ്ങൾ ആരെയും കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ ഒരാളെക്കുറിച്ചും ഞങ്ങൾ പറയുന്നില്ല. മുജാഹിദുകൾ സാധാരണ പറയാറുണ്ട്. കേട്ടോളൂ. സക്കരിയ സലാഹി എന്ന് പറയുന്ന ഒരു മൗലവി തലയിൽ ടവലൊക്കെ കെട്ടി അയാൾ പറയുന്ന ആശയം നിങ്ങളൊന്ന് കേട്ടോളൂ. യഥാർത്ഥത്തില് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, അപ്പുറത്ത് പോയിട്ട് നേരെ സമസ്തയുടെ ആ മുസ്ലിങ്ങളുടെയും നിലപാട് ഏതാണ്? അത് എല്ലാ കാഫിറുകളുടെയും നിലപാടാണ്, ആ മുസ്ലിങ്ങളുടെയും നിലപാടാണ്. ക്രിസ്ത്യാനികളും സുന്നികളും ഒരുപോലെയാണ്, അത് മറ്റൊരുത്ത് നിന്ന് ഇങ്ങനെ കാഫിറാക്കും. ഇപ്പുറത്ത് വന്ന് ചോദ്യം വന്നാൽ പറയും, ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ല, ഞങ്ങൾ പരമപരിശുദ്ധരാണ് എന്ന് പറയും. എന്നാൽ നിങ്ങൾ നോക്ക്, വേറൊരു മൗലവി പറയുന്നത് കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് എന്താ? സുന്നികളായ നമ്മളൊക്കെ വിഗ്രഹ ആരാധകരാകുന്നു. മമ്പുറത്ത് പോയി സിയാറത്ത് ചെയ്യുന്ന നമ്മെക്കുറിച്ച് പറയാ, നമ്മളൊക്കെ വിഗ്രഹ ആരാധകരാകുന്നു. മമ്പുറത്തെ തങ്ങൾ ഒരു വിഗ്രഹമാകുന്നു. കേട്ടോളൂ, മുജാഹിദ് പറയട്ടെ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, മമ്പറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്.
ഖുതുബുസ്സമാൻ മമ്പുറത്തെ തങ്ങളവരെ കുറിച്ച് പറയുന്നത് എന്താ? അതൊരു വിഗ്രഹമാണ്. അവിടെ പോകുന്നവർ വിഗ്രഹത്തിന് ആരാധിക്കുന്ന വിഗ്രഹ ആരാധകരാകുന്നു. നോക്കൂ നിങ്ങൾ. അപ്പൊ സുന്നികളായ നമ്മെ കുറിച്ച് ഇവരുടെ വിശ്വാസമാണിത്. നമ്മളൊക്കെ വിഗ്രഹ ആരാധകരാണ്. അത്രയും ആഴതല്ലോ. നിങ്ങൾ ചിന്തിക്കണം. അപ്പുറത്ത് പോയി പറഞ്ഞത് എന്താ? ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ലേ? ഇല്ല, ഇല്ലേ, ഇല്ല. ഇപ്പുറത്ത് വന്ന് സുന്നികളായ നിങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, വിഗ്രഹ ആരാധകരാകുന്നു. കഴിഞ്ഞില്ല. ഇനി പേരെടുത്ത് കാഫിറാക്കുന്നതൊന്ന് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് നേതാവ് തന്നെ പറയുന്നു എന്താ? അബൂജഹല് ലഅനത്തുല്ലാഹി അലൈഹി, സാക്ഷാൽ അബൂജഹൽ കേരളത്തിലേക്ക് വന്നാല് അബൂജഹലിന്റെ പ്രോഗ്രാം തുടങ്ങൽ എവിടുന്ന? മർക്കസിൽ നിന്നായിരിക്കും പറയുന്നത്. അങ്ങനെ നേരെ മൂപ്പര് മർക്കസിലേക്കാണ് വരിക. അതെങ്ങനെ ഇവരറിഞ്ഞു എന്ന് എനിക്കറിയില്ല. അബൂജഹലിന്റെ മെസ്സേജ് എങ്ങനെ മുജാഹിദുകൾക്ക് കിട്ടിയത് നമുക്കറിയില്ല. അത് അവർ തമ്മിലുള്ള ബന്ധം കൊണ്ടായിരിക്കും, അല്ലാഹു ആലം, എനിക്കറിയില്ല. ഏതായാലും ആള് പറയുന്നത് കേട്ടോളൂ. എന്നെങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ. നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറിച്ചല്ലോ. സലാം അലൈക്കും ഷെയ്ഖുന കാന്തവരല്ലേ, ഞാൻ അബൂജഹല്. സലാം അലൈക്കും ഷെയ്ഖുന കാന്തവരല്ലേ, ഞാൻ അബൂജഹല്. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യത നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നത്. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യത നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നത്. കേട്ടില്ലേ? ലോക മുശ്രിക്കുകളുടെ ലീഡർ, എല്ലാ കാഫിറുകളുടെയും ലീഡർ ആവാനുള്ള യോഗ്യത നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ സുന്നി പണ്ഡിതന്മാർക്കാണ്. അപ്പൊ സുന്നി പണ്ഡിതന്മാർ എല്ലാ മുശ്രിക്കുകളെയും ലീഡറാകുന്നു. മുജാഹിദ് നേതാവ് പറയാണിത്. നിങ്ങൾ ചിന്തിക്കണം. AP ഉസ്താദിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അത് ഉദ്ധരിക്കുന്നത്. അബൂജഹൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യാൻ. അപ്പൊ ആ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ എലക്ഷൻ വരാറുണ്ട്. എലക്ഷൻ വരുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കേന്ദ്ര നേതാക്കൾ പലപ്പോഴും സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഒക്കെ കേരളത്തിൽ സന്ദർശിക്കുമ്പോൾ കേരള ഘടകത്തിന്റെ നേതാക്കളാണ് അവരുടെ പ്രോഗ്രാം തയ്യാറാക്കൽ. നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ വന്ന് അവരിങ്ങനെ ഒരു പാവ പോലെ നടക്കല. ഇന്ന് 10 മണിക്ക് ഇന്നോടത്ത്, പിന്നെ 12 മണിക്ക് മറ്റോടത്ത്, ഇങ്ങനെ പറഞ്ഞ് പദ്ധതിയും പ്രോഗ്രാമും തയ്യാറാക്കൽ അതായത് സംസ്ഥാന സ്റ്റേറ്റ് ഘടകങ്ങളാണ്, അല്ലേ? എല്ലാവർക്കും അറിയാം. എന്നതുപോലെ അബൂജഹൽ എത്തിയാൽ അവരുടെ അബൂജഹലിന്റെ പ്രോഗ്രാം തയ്യാറാക്കൽ ആരാ? മുജാഹിദ് ആഫീസിൽ നിന്നാണ് പറയുന്നത്. ആദ്യം കൊണ്ടുപോലും മർക്കസിലേക്കുമാണ്. എന്നിട്ട് മൂപ്പര് പറയുന്നത് എന്താ? ഞാനാണ് വലിയ നേതാവ് മുശ്രിക്കുകൾ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴല്ലേ സംഗതി മനസ്സിലായത്. നിങ്ങൾ തന്നെയാണ്, നിങ്ങളും നിങ്ങളെ സുന്നി പണ്ഡിതരുമാണ് ഏറ്റവും വലിയ കാഫിർ മുശ്രിക്ക് എന്ന് പറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കൂ, എന്താണ് ഇവർ ഈ പറയുന്നത്? ഇതാ ഞാൻ പറയുന്നത്. സുന്നികളും മുജാഹിദുകളും അല്ലെങ്കിൽ ബിദഈകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ തർക്കം ഇതാണ്. കൈ ഇവിടെ കെട്ടണോ ഇവിടെ കെട്ടണോ എന്നതല്ല. നേർച്ചച്ചോറ് കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ളതല്ല. അത് വിശപ്പുണ്ടായി കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കഴിക്കണ്ട, നീച്ചു പോയിക്കോ, പ്രശ്നമില്ല. വിഷയം അതല്ല. വിഷയം ഇതാണ്. നമ്മൾ മുസ്ലിമാണോ കാഫിറാണോ? ഇതാ. നമ്മളൊക്കെ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്. നമ്മളൊക്കെ മുശ്രിക്കുകളുടെ, നമ്മുടെ പണ്ഡിതർ മുശ്രിക്കുകളുടെ ലീഡറാണ് എന്നാ മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നത്. എത്ര 100 എണ്ണം പറയാനുണ്ട്. 100 എണ്ണം പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. നോക്കൂ, AP ഉസ്താദിനെ കുറിച്ച് മാത്രമല്ല, മൊത്തം സുന്നി പണ്ഡിതന്മാരെ കുറിച്ച് അയാൾ പറയുന്നത് എന്താ? ഇപ്പോഴത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയീൻ എന്ന് പറയേണ്ട സന്ദർഭമാണ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. അതുപോലെ ശപിക്കപ്പെട്ട ഈ മുസ്ലിയാക്കന്മാരുടെ കെണിവലയിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണിത്. ശൈത്താനുർ റജീം, റജീമായ ശൈത്താൻ, ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ആ പിശാചിന്റെ കൂടെ ചേർത്തി പറയേണ്ട വിഭാഗമാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്ന് പച്ചയായി ഇയാൾ പറയുന്നതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയട്ടെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയീൻ എന്നുള്ളുരുകി പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ശപിക്കപ്പെട്ട മുസ്ലിയാക്കന്മാരിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ എന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ഉലമാഇ സുന്നിയീൻ. ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാ.
എനിക്ക് ഏറ്റവും പേടി ഈ വർഗത്തെയാണ്. ഏറ്റവും പേടി ഈ വർഗത്തെയാണ്, ഈ സുന്നി പണ്ഡിതന്മാരെയാണ്. കാരണം ഈ ജാതി വിഡിത്തം പറഞ്ഞ നമ്മൾ വിടുവോ? ഭയങ്കര പേടിയാ മൂപ്പർക്ക്. സഹോദരന്മാരെ, ഇതാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ പിശാചിനോട് സമാനപ്പെടുത്തി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കാഫിറാക്കിയ മുശ്രിക്കാക്കുന്ന പരിപാടിയാണ് അത്. സുന്നി പണ്ഡിതന്മാരല്ല, നീ സയ്യിദുമാരാണ്, തങ്ങന്മാരാണെങ്കിലോ മുജാഹിദിന്റെ വിശ്വാസം തന്നെ എന്താ? തങ്ങന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇല്ലാന്നാ. തങ്ങന്മാര് എന്ന് പറയുന്ന ഒരു വർഗമൊന്നുമില്ല. തങ്ങൾ കുടുംബം എന്ന് പറയുന്ന അങ്ങനെ ഒരു കുടുംബമൊന്നുമില്ല. ഇത് കുറെ തങ്ങന്മാര്, പ്രവാചക കുടുംബത്തിന്റെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞ അങ്ങനൊന്നുമില്ല. അങ്ങനെ തങ്ങൾ കുടുംബമൊന്നുമില്ല എന്നാ അയാൾ തന്നെ പറയുന്നു. കേട്ടോളൂ, മുജാഹിദ് നേതാവ്. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല, വല്ല രക്തബന്ധവും ഉണ്ടോ? പാണക്കാട് തങ്ങൾ, ഖലീൽ തങ്ങൾ എന്ന് പറഞ്ഞ അങ്ങനെ തങ്ങൾ കുടുംബമൊന്നുമില്ല. അതൊക്കെ ആദർശപരമായി ഒരു ബന്ധമില്ല. അങ്ങനെ തങ്ങന്മാരെ കുടുംബം എന്ന് പറഞ്ഞൊരു കുടുംബമൊന്നുമില്ല എന്നാ. എന്നിട്ട് മൂപ്പര് പറയുന്നത് എന്താ? എന്നാ പിന്നെ അപ്പൊ തീരെ തങ്ങന്മാരില്ലേ എന്നൊരു ചോദ്യം. അപ്പൊ അതിന് അയാൾ മറുപടി, അല്ല തങ്ങന്മാരുണ്ട്, പക്ഷെ ആ തങ്ങന്മാർ ആരൊക്കെയാണ്? അത് തങ്ങന്മാരെ മൂപ്പര് എണ്ണുന്നത് ഒന്ന് അഡ്വാനി തങ്ങളാണ്, വാജ്പേയി തങ്ങള്, ഏത് അതുപോലെ അശോക് സിംഗാൾ വേറൊരു തങ്ങള്. കേട്ടോളൂ അയാൾ എന്താ പറയുന്നത്. ആദം നബിയുടെ മക്കളാണ് നമുക്ക്. അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽഖത്ത് അദ്വാനിയും വിനയക്കത്തിയാറും അശോക് സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്, എല്ലാരും തങ്ങളുടെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ് എന്നാ പറഞ്ഞത്. ആരൊക്കെ? അശോക് സിംഗാളും വാജ്പേയും അഡ്വാനിയും ഒക്കെ തങ്ങളാണ്, ഒക്കെ തങ്ങളുട്ടികളാണ്, ഒക്കെ തങ്ങന്മാരാണ്. അതൊക്കെ സഹിക്കായിരുന്നു. അയാൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു സാറാമ്മയും ഏലിയാമ്മയും തങ്ങന്മാരാണെന്ന്. അതാ എനിക്ക് തീരെ മനസ്സിലാക്കാത്തത്. അത് സാറാമ്മ കയറിയ ബീവി അല്ലേ ആവുള്ളൂ തങ്ങളെ, എങ്ങനെ തങ്ങളാകുക? അത് നമ്മൾ ചിന്തിക്കണ്ടേ. സാറാമ്മയും തങ്ങളാണ് എന്നാ പറയുന്നത്. അപ്പോൾ ഒരു അന്തമില്ല, എന്താ ഈ പറയണത്? അങ്ങോട്ട് പറയാ. ഇങ്ങനെ തങ്ങൾ വിഭാഗം തന്നെ, തങ്ങന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് സഹോദരന്മാരെ അവരെയും താറടിക്കുന്നു. അവർക്കൊന്നും ദീനിൽ ഒരു വിലയില്ല. അതാ ഞാൻ പറയുന്നത്, ബഹുമാനിക്കപ്പെടേണ്ടവരെ, ആദരിക്കപ്പെടേണ്ടവരെ ഇടിച്ച് താഴ്ത്തിയാൽ മാത്രമേ, അവരെ നശിപ്പിക്കുമ്പോൾ മാത്രമേ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇവിടെ വേരൂന്നാൻ കഴിയുള്ളൂ. മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കും. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? മുസ്ലിമീങ്ങൾ ഇപ്പം നമ്മൾ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ, അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ആണ്ടറുതികളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും അവരെ ബഹുമാനിച്ച് ആദരിച്ചല്ലേ. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിലൊക്കെ അല്ല മുഹദ്ദിസ് ഷെയ്ഖിൻ്റെ ആണ്ടിനോടനുബന്ധിച്ചൊക്കെ നമ്മൾ പോത്തറുക്കും മൂലിയർക്കും അതൊക്കെ എന്നിട്ട് സ്വതക്ക ചെയ്യും. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. മുജാഹിദ് മൗലവി പറയുന്നത് എന്താണെന്നറിയോ? ഈ അറക്കപ്പെടുന്ന ആ പോത്തുണ്ടല്ലോ, ആ പോത്തും ശിർക്കാണ് എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ മനുഷ്യന്മാരെ ശിർക്കായിരുന്നല്ലോ, പോത്തും ശിർക്കായി പോയി. കേട്ടോളൂ ആണ് പറയുന്നത്. എന്താ ഒരു കഥയില്ല, അങ്ങനെ മുശ്രിക്കാക്കുക. അപ്പൊ മൊയ്തീൻ ശൈഖിന്റെ പേരിൽ പോത്തിനർത്താൽ അത് ശിർക്കിന്റെ പോത്താ, അത് തിന്നാൻ ശിർക്കിന്റെ പോത്തർച്ചയാ തിന്നണ്. അതുകൊണ്ട് അവരെ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കായി പോകുന്നതാണ് സൂറത്ത് അൻആമിലെ 121-ാമത്തെ സൂക്തത്തിൽ സർവാധിനാഥനായ റബ്ബ് പറയുന്നത്. സൂറത്ത് അൻആമിന്റെ 121-ാമത്തെ സൂക്തത്തിൽ അങ്ങനെ ഒരു പരാമർശം മൊയ്തീൻ ശൈഖിന്റെ പേരിലർത്ത പോത്ത് അത് ശിർക്കിന്റെ പോത്താന്ന് അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടേ ഇല്ല. അത് പോക്കറ്റിൽ നിന്ന് എടുത്ത വിശദീകരണമാണ്, അല്ലാതെ ഖുർആനിലില്ല. അതിങ്ങനെ ദുർവ്യാഖ്യാനിക്കുക, എന്നിട്ട് ഖുർആന്റെ പേരിൽ പച്ചക്കളവുകൾ പറയുക. സഹോദരന്മാർ ചിന്തിക്കണം. അങ്ങനെ പോത്തും മുഷിരിക്ക്, പോത്തും മുഷിരിക്ക്, മനുഷ്യരും മുഷിരിക്ക്, ആകെ മുഷിരിക്ക്. മുഷിരിക്കാക്കാതെ ഒരു പരിപാടി വരിക്കില്ല. എത്രത്തോളം കാഫിറാക്കി പണ്ടൊക്കെ മുഹദ്ദിസ് ഷെയ്ഖിന്റെ പേരിൽ ഖുതുബിയത്ത് ചൊല്ലേണ്ടിയിരുന്നു കാഫിറാകണമെങ്കിൽ, അല്ലെങ്കിൽ മൗലിദ് ഓതിയാലേ കാഫിറായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനൊന്നുമല്ല. ഇപ്പൊ കാഫിറാവാനൊന്നും വേണ്ട. എന്തേ? സുബ്ഹാനല്ലാഹ് എന്നൊരു 99 തവണ ചൊല്ലി അപ്പോഴും കാഫിറാവുന്ന പുതിയ നിയമം. കേട്ടോളൂ അയാൾ എന്നെ പറയുന്നത് കേട്ടോളൂ. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിനെതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലൂ ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇസ്ലാമെന്ന് പുറത്തുപോയി. അയാള് കാഫിറായി ഇസ്ലാമെന്ന് പുറത്തുപോയി. എന്തിയപ്പോൾ അയാൾ ചെയ്ത തെറ്റ്?
ഒന്നുമില്ല. സുബ്ഹാനല്ലാ 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 99 തവണ ചൊല്ലി. 99 തവണ ചൊല്ലുമ്പോഴേക്കാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഏതാത് മതം, ഏതാത് തൗഹീദ്, ഇതേതാ ദീന്? നിങ്ങൾ ചിന്തിക്ക്, എന്താണ് ഈ പറയുന്നത്? സഹോദരന്മാർ, അത് വിശദീകരിച്ച സുബ്ഹി വരെ വിശദീകരിക്കാൻ സാധനം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരൊറ്റ ആൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോവില്ല എന്ന് അതും എനിക്കറിയാം. അതിനു മാത്രം വിഡ്ഢിത്തങ്ങൾ ഇവർ പറഞ്ഞത് കാണാൻ കഴിയും. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്, അവിടെ നിൽക്കട്ടെ. അത് ഞാൻ പറയുന്നത് എന്താ, മുസ്ലിമീങ്ങളെ കാഫറും മുശ്രിക് എത്രത്തോളം അവസാനം അവർ പറഞ്ഞത്, നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടി ഞാൻ കേൾപ്പിക്കാം. അതെന്താണെന്നറിയോ? ഇവർ പറയുന്നത് അവരുടെ മുജാഹിദിന്റെ ആളുകളെ വിളിച്ചു വരുത്തി പറയാണ്, എന്താ സംഗതി ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ നിരീശ്വരവാദി ആയിക്കോളി. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന യുക്തിവാദി നിരീശ്വരവാദി നമുക്കറിയാം. നിരീശ്വരവാദി ആയാലും ശരി, നിങ്ങൾ സുന്നി ആകരുതേ. മുജാഹിദ് പഠിപ്പിച്ചു കൊടുക്കുന്ന തൗഹീദാണിത്. ഏതാണിത് മതം എന്ന് നമ്മൾ ചിന്തിക്കണം. നിരീശ്വരവാദി ആയാലും ശരി, നിങ്ങൾ സുന്നി ആകരുത്. എന്തേ കാര്യം? സുന്നിയായ 2 കുറ്റം കിട്ടും, നിരീശ്വരവാദിയായ 1 കുറ്റേ കിട്ടുള്ളൂ. ഓ, ഇതൊക്കെ വഴി മുഖേന മൂപ്പർക്ക് കിട്ടിയ മാതിരിയുണ്ട് വർത്താനം. ഞാൻ പറയല്ല, കേട്ടോളൂ. മുജാഹിദ് മൗലവിമാര് പഠിപ്പിക്കുന്ന തൗഹീദാണ്. അല്ലാഹുവിൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. രണ്ടും കൂടി ശിക്ഷ കിട്ടും. കാഫറിന്റെ മുശ്രിക്കിന് ശിക്ഷ കിട്ടും സുന്നിയായാൽ. അതുകൊണ്ട് നിങ്ങൾ നിരീശ്വരവാദി ആയിക്കോളി, എന്നാലും സുന്നിയാകരുത്. മുജാഹിദുകൾ പഠിപ്പിക്കുന്ന തൗഹീദാണിത്. ഇതാണ് ഇവരുടെ തൗഹീദ്. ഇതിനു വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് മതമാണോ, ദീനാണോ, ഇസ്ലാമാണോ? ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ, എന്താണ് ഈ പറയുന്നത്? എന്തുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഈ പ്രസ്ഥാനം ശരിയല്ല, നമ്മളെ ദീനിലേക്കും ഹിദായത്തിലേക്കും അല്ല ഇവർ നമ്മെ ക്ഷണിക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കണം. ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി ഒരു സംസാരം ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ലളിതമായ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കും കാഫിറുമാക്കുകയാണ്. അപ്പം പിന്നെ സ്വാഭാവികമായ ഒരു ചർച്ച അവിടെ ഉണ്ട്. എന്താ, മുസ്ലിങ്ങളൊക്കെ കാഫിറാണ് മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളായിട്ട് ആരും ഉണ്ടാവൂലേ? അതാരാണ്? അപ്പം അതിന് മറുപടി മുജാഹിദ് കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താ? അത് കാഫിറായിട്ടുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളാക്കുന്ന പ്രക്രിയ കൂടി മുജാഹിദ് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല. മക്കയിലെ മുശ്രിക്കുകൾ നമുക്കറിയാം, അബൂ ജഹല്, അബൂ ലഹബ് കമ്പനി. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ തൗഹീദി പ്രവർത്തനത്തിനെതിരിൽ ശക്തമായി രംഗത്ത് വന്ന് പടനയിച്ച് നബിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള കക്ഷികളാണ്. ഇവരെ കുറിച്ച് മുജാഹിദ് പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്തിൽ അവർക്കൊക്കെ വിശ്വാസമുണ്ടായിരുന്നു. ഏത്? മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വിശ്വാസമുണ്ടായിരുന്നു. എന്നാ പിന്നെ അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല, ഇലാഹില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബദർ യുദ്ധം നടക്കണോ? ഇവിടെ ഉഹദ് യുദ്ധം നടക്കണോ? ഖന്തക്കും ഹുനൈനും ഖൈബറും ഒക്കെ നടത്തേണ്ടതുണ്ടോ സഹോദരങ്ങളെ? എത്ര വലിയ വിഡ്ഢിത്തമാണ് പറയുന്നത്. ഞാൻ പറയല്ല, ഒരു തൊപ്പി വെച്ച മൗലവിയുണ്ട്, മുജാഹിദിന്റെ സലീം ഹമദാനി എന്നാണ് അയാളുടെ പേര്. ആ മൗലവി പറയുന്നത് കേട്ടോളൂ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നാം ഒന്ന് ആലോചിച്ചു നോക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലെ മുഴുവൻ മുശ്രിക്കുകളും. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിച്ചവരായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല. ഈ വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. മുജാഹിദിന്റെ നേതാവ് പറയുകയാണിത്. നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്തു സ്വാഫാത്ത് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ, ആരാധനക്ക് തരപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നെങ്ങാനും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ യസ്തക്ബിറൂൻ, അവരത് അംഗീകരിക്കാതെ പുറം തിരിഞ്ഞു പോകുന്നു. എന്നിട്ടോ വയഖൂലൂന, അവർ ചോദിക്കുന്നു, ഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. ഈ ഭ്രാന്തനും കവിയുമായ മുഹമ്മദ് പറയുന്നത് കേട്ട് ഞങ്ങളുടെ ബഹുദൈവങ്ങളെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ ഞങ്ങൾ ഒഴിവാക്കണമെന്നാണോ? ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അവരെയൊക്കെ ആരാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ സജീവമായി അവരുടെ വിശ്വാസത്തിൽ നിലയുറപ്പിച്ചിരുന്നു. അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെ. മുജാഹിദിന്റെ മൗലവിമാർ പറയുന്നതോ അതൊന്നും ശരിയല്ല. അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വാസമുണ്ടായിരുന്നു. ഏതായത് മതം, ഏതാണിത് തൗഹീദ്? നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. ഇതാണ് ഞാൻ പറയുന്നത്. വിശ്വാസപരമായി തന്നെ ഒട്ടനേകം പിഴവുകളാണ് നമ്മുടെ രാജ്യത്തുള്ള വഹാബി പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ മൗദൂദി പ്രസ്ഥാനത്തിന്, ബിദഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോ മക്കയിലെ മുശ്രിക്കുകളുടെ കാര്യം. നമ്മളൊന്ന് കേരളത്തിലേക്ക് വരിക, നമ്മളെ നാട്ടിലെ ചുറ്റുഭാഗത്തേക്ക് ഒന്ന് നോക്കുക. എന്നാലോ അവിടെ കുറിച്ച് മുജാഹിദ് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിമീങ്ങൾ അവരൊക്കെ മുസ്ലിങ്ങളാകുന്നു, അവർക്കൊക്കെ തൗഹീദ് ഉണ്ട് എന്നാ. നമ്മുടെ നാട്ടിലുള്ള ബാലനും രാമനും ഒക്കെ, ബാലേട്ടനും രാമേട്ടനും ഒക്കെ തൗഹീദുള്ളവരാണ്, അവരൊക്കെ മുസ്ലിമാണ്. അവരൊന്നും കാഫറുകളല്ല. കാഫറുകൾ പിന്നെ ആരാ? ഈ തലകെട്ട് കെട്ടിയ തലപ്പാവുള്ള പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാർ, ഓലൊക്കെ കാഫറുകളാണ്. അതേ അവസരത്തിൽ നമ്മുടെ നാട്ടിലെ ബാലനും രാമനും ഒക്കെ എന്താ? അവരൊക്കെ മുസ്ലിമാകുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വെറുതെ പറയല്ല, കേട്ടോളൂ. മുജാഹിദ് മൗലവി തന്നെ പറയുന്നു എന്ന് വെച്ചുകൊടുത്ത കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കാഫിർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ചോദിക്കും. നമ്മൾ മീമോ കാഫോ, സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ? ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പോഴറിയങ്ങള്, അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അപ്പൊ അയാൾ കാഫിറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ല എന്ന്. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ല എന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇവിടുത്തെ രാമേട്ടനോ ബാലേട്ടനോ ഒന്നും കാഫിറാവൂലാന്ന്. ഓലൊക്കെ തൗഹീദിന്റെ യഥാർത്ഥ ആളുകളല്ലേ, ഒന്നും കാഫിറാവൂല. ഇത് ഇയാൾ മുജാഹിദുകളോടാ പറയുന്നത്. ആ മുജാഹിദുകൾ ഇങ്ങനെ തുറച്ചു നോക്കി, എന്തപ്പം നമ്മളീ മൗലവി പറയണത്? ഇയാൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് കഴിച്ചത് ചായന്നല്ലേ എന്ന രൂപത്തിൽ ആളുകൾ ഇങ്ങനെ സംശയിച്ചു. അപ്പൊ ഇയാളുടെ പ്രതികരണമാണ് ആൾ പറയുന്നത്. ഇത് നിങ്ങളൊരു പുതിയ വിവരമായിട്ട് മനസ്സിലാക്കണ്ട, എനിക്ക് അബദ്ധം പറ്റിയതാന്ന് മനസ്സിലാക്കണ്ട, ഇത് ശരി തന്നെയാണ്, യാതൊരു തകരാറില്ല, ഞങ്ങളെ തീരുമാനം തന്നെയാണ് എന്ന രൂപത്തിൽ അയാൾ സംസാരിക്കുന്നത്. ബാക്കി വെച്ചുകൊടുത്ത ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ആരെ കാഫിറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫിറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അല്ലല്ലാത്തോലെ ആരാധിക്കുക. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. താടിയും തലപ്പാവുള്ള ആളുകൾ, തലപ്പാവുള്ള ആള്, ഇവരാണ് കാഫ്, കാഫിർ.
അതേ അവസരത്തിൽ നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനും ഒക്കെ കാഫിറല്ല, അവരൊക്കെ മുസ്ലിം ആകുന്നു. എങ്ങനെയുണ്ട് തൗഹീദ്? മുജാഹിദിന്റെ മൗലവിമാർ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ലാത്ത കാസറ്റും പ്രഭാഷണവുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ ഞങ്ങൾ ഇത് പ്രസംഗിച്ചതാ. ഇതുവരെ ഈ മുജാഹിദുകൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നു മാത്രവുമല്ല സഹോദരന്മാരെ, അവര് പിൻവലിച്ചിട്ടും ഇല്ലാത്ത ഒരാദർശം. നമ്മുടെ നാട്ടിലെ ബാലനും രാമനും ഒക്കെ മുസ്ലിമാകുന്നു എന്ന് പറയുന്ന മതം, ഇതൊരു സ്ഥലത്തു നിന്നല്ല വേറൊരു സ്ഥലത്തു നിന്ന് അയാൾ പറയുന്നത് കേട്ടോളൂ. അയാൾ പറയുന്നത് യഥാർത്ഥ മുസ്ലിം ബാലനും രാമനുമാണ് എന്നാ. മുജാഹിദ് വരെ യഥാർത്ഥ മുസ്ലിം അല്ല. ദൈവമേ രക്ഷിക്കണേ എന്ന് വിളിച്ച ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. കേട്ടോളൂ അയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. മുഹ്യിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഓൻ കാഫിർ. പിന്നെ ദൈവമേ രക്ഷിക്കണേ എന്നൊരു ബാലേട്ടൻ പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമും. എങ്ങനെയുണ്ട് മതം? നിങ്ങൾ പറയും. നമ്മുടെ നാട്ടിൽ ഒരു ബാലൻ, ഒരു രാമൻ, അയാളിങ്ങനെ പോവാണ്. അയാളിങ്ങനെ പോകുമ്പോൾ വയസ്സായ മനുഷ്യനല്ലേ, കാലൊന്ന് വെച്ചു ഊത്തി നിലത്ത് വെച്ചു, അല്ലെങ്കിൽ ഒരു വാഹനം ചീറിപ്പാഞ്ഞു വന്ന അയാൾ അറിയാതെ പറഞ്ഞു പോയി ദൈവമേ രക്ഷിക്കണേ. ഇത് പറയുമ്പോഴേക്ക് അയാൾ യഥാർത്ഥ മുസ്ലിമായി. എന്ത് തൗഹീദാണ് ഈ പറയുന്നത്? ഏതാണിത് മതം? ഇത് ഇസ്ലാമാണോ? ഇതാ ഞാൻ പറയുന്നത്, പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാം. ആ ഇസ്ലാമിനെ കൈയൊഴിച്ചുകൊണ്ട് പുതിയതായി മൗലവിമാർ ഇവിടെ അവതരിപ്പിക്കുന്ന ചില ദുർവ്യാഖ്യാനങ്ങൾ, അതാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് അങ്ങനെയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ അവരൊക്കെ പഠിപ്പിച്ച ഇസ്ലാമാണ്. നമ്മുടെ രാജ്യത്തെ മുജാഹിദുകളോ അവർ പൂർവികർ പഠിപ്പിച്ച ഈ ആശയവും പാരമ്പര്യവും ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നു മാത്രമല്ല അതിനെ കൈയൊഴിയുകയും അതിനെ പുച്ഛിച്ചു തള്ളുകയുമാണ്. എന്നിട്ട് പറയുന്നത് എന്താ? മുജാഹിദ് നേതാവ് ഞാനിവിടെ കേൾപ്പിച്ചു തരാം. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജീവാത്മാവും പരമാത്മാവുമായ AP അബ്ദുൽ ഖാദിർ മൗലവി എന്ന മൗലവി, അയാൾ പറയുന്നത് എന്താ അനുയായികളോട് എന്നറിയോ? നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അത് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുക. അയാൾ പറയാ. എന്നിട്ടോ അത് പ്രദർശിപ്പിച്ച് അതിനനുസരിച്ചുള്ളതൊക്കെ അംഗീകരിക്കുക, അല്ലാത്തൊക്കെ ചെത്തിക്കളയുക. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതെങ്ങനെ ഉണ്ടാവും? നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ സാധാരണക്കാരായ മുജാഹിദുകളോട് പറയാണ്, നിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഖുർആനും സുന്നത്തിന്റെയും മുമ്പിൽ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളുമാണ് പ്രദർശിപ്പിക്കുക. പ്രദർശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഖുർആന് യോജിപ്പുണ്ട് എന്ന് തോന്നുന്നത് നിങ്ങൾ സ്വീകരിച്ചോളി, ഇല്ലേ നിങ്ങൾ തള്ളിക്കോളി. നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. ഓരോ മൗലവിമാരും ഓരോ മുജാഹിദുകാരും ഖുർആൻ പരിഭാഷ മുന്നിൽ വെക്കുക, എന്നിട്ട് നിങ്ങളുടെ ഓരോ ആശയങ്ങൾ ഖുർആന്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുക, എന്നിട്ട് അവർക്ക് തോന്നുന്നത് ഖുർആന്റെ എതിരാണ്, എന്നാ തള്ളിക്കോളി. ഞാൻ വെറുതെ പറയല്ല, മുജാഹിദ് AP അബ്ദുൽ ഖാദിർ മൗലവി പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക. അതുമായി യോജിക്കാത്ത ചെത്തിക്കളയുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളോട് വേറെ ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനില്ല. ഈ മുജാഹിദ് പ്രവർത്തകന്മാരെ കണ്ടാൽ നിങ്ങൾ മുണ്ടിയിലെങ്കിലും വിരോധമല്ല, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ വെച്ച് പരിശോധിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരും തരേണ്ട. കണ്ടില്ലേ? ആരും തരേണ്ട. നിങ്ങളൊരു പരിഭാഷ തന്നെ വാങ്ങിയാൽ മതി, ആരും തരേണ്ട. എന്നിട്ട് അതിന്റെ മുമ്പിൽ ഖുർആനും സുന്നത്തിനും മറിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ അത് ആ ഖുർആനിന്റെ മുമ്പിൽ നിങ്ങൾ അങ്ങ് പ്രദർശിപ്പിക്കുക. മുജാഹിദിന്റെ സംസ്ഥാന നേതാവ് മുജാഹിദുകൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. അപ്പൊ എന്തായി? മുജാഹിദുകൾ അവർ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് ഗവേഷണം ചെയ്യാൻ തുടങ്ങി. അവർ തലക്കുന്ന് ഗവേഷണം തുടങ്ങി. ഉദാഹരണം, വിശ്വാസപരമായി നമ്മളൊക്കെ ഒന്നാമത് തൗഹീദ് ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിനുള്ളിൽ വിശ്വസിക്കണം. നമുക്കറിയാം, മുജാഹിദുകൾ അവിടെ തന്നെ തുടങ്ങി. അള്ളാഹുവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് തന്നെ അവരിങ്ങനെ ഗവേഷണം ചെയ്യാൻ തുടങ്ങി. ഗവേഷണം ചെയ്തപ്പോൾ എന്തുണ്ടായി സഹോദരന്മാരെ? നമുക്ക് കാണാം, മുജാഹിദിന്റെ
സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ പുസ്തകം എൻ്റെ കൈവശമുണ്ട്. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും. 39-ാമത്തെ പേജിൽ അതിൽ പറയുന്നത് കാണാം, അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് ശരിയല്ല. നിരാകാരം എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തവൻ. അള്ളാഹുവിന് ആകൃതി ഇല്ലാത്തവനായി പഠിപ്പിക്കുന്നത് ശരിയല്ല. അള്ളാഹുവിന് ആകൃതിയുണ്ട്. മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്നത് എങ്ങനെ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ജാതനായിട്ടില്ല, അവൻ ജനിതനല്ല, മറ്റൊരാൾക്ക് ജന്മം നൽകിയിട്ടില്ല. സഹോദരന്മാരെ, ഖുർആൻ പഠിപ്പിച്ചു മാത്രല്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായി ഒരാളുമില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. നമ്മളൊക്കെ മദ്രസയിൽ നേരെ പഠിച്ചതെന്താ? അള്ളാഹു കൈയില്ലാതെ കണ്ണില്ലാതെ കാണുന്നവരാണ്, കാതില്ലാതെ കേൾക്കുന്നവരാണ്, കൈയില്ലാതെ കൈകാര്യം ചെയ്യുന്നവരാണ്. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. എല്ലാ അർത്ഥത്തിലും സൃഷ്ടികളോട്, മനുഷ്യരോട്, അല്ലാത്തവരോട് എതിരായിട്ടുള്ളവനാണ്. അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിങ്ങളെ വിശ്വാസം അങ്ങനെയാണ്. നാം മുജാഹിദ് പഠിപ്പിച്ചത് എന്താ? അള്ളാഹുവിന് ആകൃതിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹുവിന് ആകൃതിയുണ്ട്. എന്തൊക്കെ ആകൃതി? അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട്, അതിന് പുറമെ അള്ളാഹുവിന് കണങ്കാലുമുണ്ട്. മുജാഹിദിന്റെ വിശ്വാസം. ജമാഅത്തെ ഇസ്ലാമിയുടെ ബോധനം ദൈമാസിക 996 ജനുവരി മാസത്തിൽ ഇറങ്ങിയതിൽ അവർ പറയുന്നു, അവൻ സിംഹാസനസ്ഥനാണ്, അവന് 2 കൈകളുണ്ട്, കണ്ണുണ്ട്, മുഖമുണ്ട്. കുറച്ച് കൂടുതലുണ്ട് ഇതിൽ, കണ്ണും മുഖമൊക്കെ ഉണ്ട്. ജമാഅത്തും മുജാഹിദും. ഇനി നോക്ക്, മുജാഹിദിന്റെ തന്നെ മറ്റൊരു, മുജാഹിദും ജമാഅത്തും പഠിപ്പിക്കുന്ന ഒരു പുസ്തകം അത്തൗഹീദ്. അതിൽ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം, ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാകുന്നു. അപ്പൊ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, ഒന്ന് വലത് കൈ, ഒന്ന് ഇടത് കൈ. ആകാശങ്ങൾ അള്ളാഹുവിന്റെ വലതു കൈയിലാണ്, ഭൂമി ഇടതു കൈയിലുമാകുന്നു. മുജാഹിദ് പഠിപ്പിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിക്കുന്ന പുസ്തകമാണിതൊക്കെ. സഹോദരന്മാര് ചിന്തിക്കണം, അള്ളാഹുവിനെ വികൃതമായി അവതരിപ്പിക്കുകയാണ്. അത് കുറെ കാലം മുമ്പ് പഠിപ്പിച്ചു. അങ്ങനെ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ നിർദ്ദേശമനുസരിച്ച് ഖുർആനും സുന്നത്തും ഒന്നുകൂടി പ്രദർശിപ്പിച്ചപ്പോ മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി എഴുതി പുറത്തിറക്കിയ പുസ്തകമുണ്ട്, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. ഈ പുസ്തകത്തിൽ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുവിന് 2 കൈകളുണ്ടെങ്കിലും അള്ളാഹുവിന്റെ 2 കൈയും വലതുഭാഗത്താണ്, ഇടതുഭാഗത്ത് അള്ളാഹ്ക്ക് കൈയില്ല. മൂപ്പര് ഗവേഷണം നടത്തിയപ്പോൾ അങ്ങനെ കിട്ടിയത്, അള്ളാഹ്ക്ക് ഇടതുഭാഗത്ത് കൈയില്ല. അപ്പൊ ഞങ്ങൾ ഈ 2 പുസ്തകം കൂടി എടുത്ത് ഇങ്ങനെ ഉദ്ധരിച്ച് നടന്നു. ഏത്? ഇതാ കുറെ കാലം അള്ളാഹ്ക്ക് 2 കൈയുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് 2004 എഴുതി പുറത്തിറക്കിയ പുസ്തകത്തിൽ പറഞ്ഞു ഇടതുഭാഗത്ത് കൈയില്ലത്രേ, 2 കൈയും വലതുഭാഗത്താണ് നാം മുജാഹിദ് പഠിപ്പിക്കുന്നത്. മുസ്ലിങ്ങളെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയാൻ തന്നെ പറ്റില്ല, അത് ഇടത്താണെങ്കിലും വലത്താണെങ്കിലും പറ്റില്ല എന്നാണ് മുസ്ലിങ്ങളെ വിശ്വാസം. നമ്മുടെയൊക്കെ വിശ്വാസം നമ്മളത് മറക്കണ്ട. ഇവർ കുറച്ചു കാലം പറഞ്ഞു 2 ഭാഗത്തും കൈയുണ്ട്, പിന്നെ പറഞ്ഞു ഇടത് ഭാഗത്ത് കൈയില്ല. ഇത് ഞങ്ങൾ കുറെ കാലം അങ്ങനെ പ്രസംഗിച്ച് നടന്നപ്പോ സുബ്ഹാനല്ലാഹ് 2009 ജനുവരി മാസത്തിൽ ഇറങ്ങിയ അൽമനാർ മുഖപത്രം, മുജാഹിദിന്റെ മുഖപത്രം, അതിൽ പുറത്തിറങ്ങി. അത് പുറത്തിറങ്ങിയപ്പോ വളരെ വലിയൊരു സന്തോഷ വാർത്തയുമാണ് പുറത്തിറങ്ങിയത്. എന്താണത്? അള്ളാഹുവിന്റെ ഇതുവരെ കാണാതായ ഇടത് കൈ തിരിച്ചു കിട്ടിയ സന്തോഷ വാർത്തയാണ് അതിൽ കാണുന്നത്. 2009 ജനുവരിയിലൊക്കെ അൽമനാർ മാസികയിലാണ് ഇതുള്ളത്. ആർക്ക് വേണമെങ്കിലും നോക്കാം, മലയാളത്തിലാണ്. എന്താണ് ഈ പഠിപ്പിക്കുന്നത്? അപ്പൊ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഖുർആനും സുന്നത്തും മുമ്പിലാണ് വെക്കുക, എന്നിട്ടാണ് പ്രദർശിപ്പിക്കുക. അതന്നെ തൗഹീദ്, അതന്നെ ഇസ്ലാം. അപ്പൊ ഒരു മൗലവി ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ഇടത് ഭാഗത്ത് കൈയില്ല, വേറൊരു മൗലവി പറഞ്ഞു നോക്കിയപ്പോ പറഞ്ഞു അല്ലല്ല ഇടത് ഭാഗത്ത് കൈയുണ്ട്. നോക്കണം നിങ്ങൾ സഹോദരന്മാരെ, എത്രയാണ് എന്തെല്ലാം ഇപ്പൊ മുജാഹിദിന്റെ വിശ്വാസം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നറിയോ? മുജാഹിദിന്റെ ഒരു മൗലവി ഞാൻ കേൾപ്പിച്ചു തരാം. മുജാഹിദ് ബാലുശ്ശേരി, അയാൾ പറയുന്നു അള്ളാഹിനെ പറ്റി അയാൾ ഇങ്ങനെ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് ഗവേഷണം നടത്തിയപ്പോ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുന്ന മാതിരിയല്ല. അയാൾ ജുമുഅ ഖുതുബയെ കുറിച്ച് പറയാണ്, ഖുതുബ അറബിയിലാവണം എന്ന് സുന്നികൾ പറയുന്നു. അപ്പൊ അയാൾ പറയാ അത് പറ്റൂല, മലയാളത്തിലാവണം. അപ്പൊ സുന്നികൾ ചോദിക്കും, നാ നിസ്കാരം മലയാളത്തിലാക്കണ്ടേ? നിസ്കാരം നമ്മൾ അറബിയിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അതും മലയാളത്തിലാക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബയും നിസ്കാരവും ഒക്കെ ഒരു ഭാഷയിലല്ലേ നിർവഹിച്ചിട്ടുള്ളൂ? നമ്മളെ ചോദ്യം.
അപ്പൊ അതിനയാൾ മറുപടി പറയാ, അത് നിങ്ങൾ മനസ്സിലാക്കണം, നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ഒരു ഇബാദത്താണ്. ഏത് നിസ്കാരം? ആ നിസ്കാരം ചെയ്ത് അള്ളാഹിന്റെ മുമ്പിലാണ്. അള്ളാഹു മലയാളിയല്ല, അള്ളാഹ്ക്ക് മലയാളം അറിയില്ല. മൂപ്പര ഗവേഷണാണ്, ഞാൻ വെറുതെ പറയല്ല, കേട്ടോളൂ, അയാൾ പറയട്ടെ. നിങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണോ നിസ്കരിക്കുന്നത്? നിസ്കരിക്കുന്നവന്റെ തഖ്വയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. ആ അള്ളാഹ്ക്ക് മലയാളം ഒന്ന് അറിഞ്ഞു കിട്ടിയിട്ട് വേണ്ട ഇതൊന്നാണ് തിരിഞ്ഞു കിട്ടണമെങ്കിൽ, തിരിയുന്നില്ല. നോക്കുകള് എന്ത് തൗഹീദാ ഇവർ ഈ പറയുന്നത്? അപ്പൊ എന്താ, ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചിട്ടാണ് പ്രദർശിപ്പിച്ചോളി എന്ന് പറഞ്ഞു, പ്രദർശിപ്പിച്ചു. ഈ മൗലവിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, അള്ളാഹു മലയാളിയല്ല. മുജാഹിദിന്റെതാ എന്റെ കയ്യിലുണ്ട് അവരുടെ ഇസ്ലാഹി മാസിക. ഇസ്ലാഹി മാസികയിൽ പറയുന്നത് എന്താ അള്ളാഹുവിനെ കുറിച്ച് എന്നറിയോ? ഇപ്പൊ ഏറ്റവും മുജാഹിദ് ആപ്പീസിൽ 2009 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പുതിയ ഗവേഷണമാണ്. ആ ഗവേഷണത്തിൽ പറയുന്നത് എന്താ? സുബ്ഹാനല്ലാ, അള്ളാന്റെ ഊരയെ കുറിച്ചാ തങ്ങളെ ചർച്ച. നിങ്ങൾ ബോധപ്പ കേരളത്തിൽ ഇതില്ല, ഇപ്പൊ അങ്ങനെയും കൂടി എത്തിക്കണം അവിടെ. അവിടുത്തെ ഗൗരവമുള്ള ചർച്ച എന്താ? അള്ളാഹുവിന്റെ ഊരയെ കുറിച്ച്. അതിപ്പോ എത്ര വലിപ്പുണ്ട്, അത് ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലാ. മുജാഹിദിന്റെ മടവൂർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവര് പറഞ്ഞു ഞങ്ങൾ അള്ളാന്റെ ഊരനെ പറ്റി പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ കുടുങ്ങിയിട്ടുണ്ട്, സുന്നികളെ നമ്മളൊരു വഴക്കാക്കിക്കണം. ഇനി അള്ളാഹ്ക്ക് ഊരും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ പിടിച്ചത് നമ്മൾ നിൽക്കാനയക്കൂല, അതുകൊണ്ട് ഊരുണ്ട് എന്ന് പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോ മറ്റേ മൗലവി ഗ്രൂപ്പ് അവര് പറഞ്ഞു അള്ളാഹുവിന്റെ ഊരുണ്ട് എന്നതിനെ മടവൂര് ഗ്രൂപ്പുകൾ നിഷേധിച്ചു കളഞ്ഞു എന്ന രൂപത്തിൽ വിശദമായ ലേഖനം എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, എവിടേക്കാണ് ഇവർ ഈ വിശ്വാസം, ഈ തൗഹീദ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദിന്റെ പഴയകാല സിദ്ധാന്തം എന്താണെന്നറിയോ? മുജാഹിദിന്റെ മുഖപത്രം അൽമനാർ 1952 ജനുവരി 20 ഇറങ്ങിയ അൽമനാറിൽ പറയുന്നത് എന്താ? അള്ളാഹുവിനെ കുറിച്ച് കൈകളുണ്ടെന്നോ അല്ലെങ്കിൽ സ്ഥലമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ ജഡമുണ്ടെന്നോ രൂപമുണ്ടെന്നോ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, കാഫിറായ മുബ്തദിയാകുന്നു. ഫതാവ അൽമനാർ മുജാഹിദുകൾ നൽകിയ ഫത്വയാണ്. ഇന്നത്തെ മുജാഹിദ് വിശ്വസിക്കുന്ന എന്താ? അള്ളാഹ് കൈയുണ്ട്, രൂപമുണ്ട്, ജഡമുണ്ട്, സ്ഥലമുണ്ട്. അള്ളാഹു ആകാശത്തിലാണെന്നാ വേറൊരു മുജാഹിദ് പറയണത്. അതിന് തെളിവാ മൂപ്പര് പറയണത് എന്താ? നമ്മൾ ദ്വാരക്കുമ്പോ മുകളിലേക്കല്ലേ കൈ നീട്ടുന്നത്, അപ്പൊ അള്ളാഹു ആകാശത്തിലായതുകൊണ്ടല്ലേ നമ്മൾ മുകളിലേക്ക് കൈ നീട്ടുന്നത്. കേട്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരി എന്നെ പറയുന്നത് കേട്ടോളൂ. അയാളുടെ ഗവേഷണം അങ്ങനെ പോയത്. ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ? അല്ലെ പിന്നെ എല്ലായിടത്തിലും ഇങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അള്ളാഹു ആകാശത്തിൽ ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്, എല്ലായിടത്തും ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഈ ഇവരുടെയൊക്കെ കഥയില്ലായ്മ നിങ്ങൾ ചിന്തിക്ക് സഹോദരന്മാരെ. അപ്പൊ നമ്മൾ കഅബാലയത്തിലേക്ക് തിരിയുന്നത് എന്തുകൊണ്ടാ? നിസ്കരിക്കുമ്പോ വിശുദ്ധ കഅബയിലേക്കാണ് നമ്മൾ തിരിയുന്നത്. എന്താ കാരണം? അള്ളാഹു കഅബന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായതുകൊണ്ടാ. ഇയാൾ എവിടുന്നാ വരുന്നത്? ഇയാൾ സ്റ്റേജ് കയറുന്നതിന് മുമ്പ് കഴിക്കുന്നത് എന്താണെന്നാ നമുക്ക് അറിയേണ്ടത്. ഒരു കഥയില്ല സഹോദരന്മാർ. അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. അസ്സമാഉ ഖിബ്ലത്തു ദുആ വൽ കഅബത്തു ഖിബ്ലത്തു സ്വലാ. ഇസ്ലാമിന്റെ തീരുമാനമാണത്. അതായത് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ തിരിക്കേണ്ടുന്ന ഖിബില അത് ആകാശമാണ്. നിസ്കരിക്കുമ്പോൾ തിരിയേണ്ടുന്ന ഖിബില അത് കഅബ ശരീഫാണ്. അല്ലാതെ അവിടെ അള്ളാഹ് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കായത് കൊണ്ടല്ല, ആകാശത്തിന്റെ മുകളിൽ അള്ളാഹു ഇരിക്കലായത് കൊണ്ടല്ല. സഹോദരന്മാരെ, അത് മുജാഹിദുകൾ തന്നെ പറഞ്ഞിട്ടില്ലേ അവരുടെ അമാനിയുടെ ഖുർആൻ പരിഭാഷ. ആ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞതെന്താ? ഇസ്തവാ അലൽ അർശി എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ, അത് സ്വീകരിക്കാൻ പറ്റൂലെന്ന് പഴയകാല മൗലവിമാർ വരെ സമ്മതിക്കുന്നു. അത് പഴയ കാലത്തുള്ള ഗവേഷണമാണ്. ഇപ്പോഴത്തെ ഗവേഷണം ചെയ്ത് നോക്കിയപ്പോ AP അബ്ദുൽ ഖാദർ മുലി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗവേഷണം ചെയ്യാൻ പറഞ്ഞു. ഇയാൾ ഗവേഷണം ചെയ്ത് നോക്കിയപ്പോ ഇയാൾക്ക് മനസ്സിലായത് അള്ളാഹു മുകളിലാണ് എന്നാ. അള്ളാഹുവിനെ കുറിച്ച് വരെ വികൃതമായ അവകാശവാദം. നിങ്ങൾക്കറിയോ, കൈയുണ്ട്, കൈയില്ല, കാലുണ്ട്, കാലില്ല, ചന്തിയുണ്ട്, ഊരയുണ്ട്. എന്താണ് ഈ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം.
പറഞ്ഞ് മുജാഹിദുകൾ സാധാരണ പറയും, മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത വലിയ നവോത്ഥാനവും സേവനവും എന്താ? സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഇതര സമുദായത്തിലെ ആളുകൾക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്കൊക്കെ ഞങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് ഞങ്ങളല്ലാതെ വേറെ ആരും ചെയ്യുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ചെയ്യാറുണ്ടോ ഇല്ലേ അതൊക്കെ മറ്റൊരു ചർച്ച. പക്ഷേ ഞാൻ പറയുന്നത്